ഇനി അടുത്തതായിട്ട് നമ്മള് ഫുഡ് അടി ഉണ്ട്. അപ്പോൾ അടുത്ത് നമുക്ക് ഫുഡ് അടിക്കാൻ ചെയ്യും. ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നൊരു നോമ്പുതുറ വ്ളോഗാണ് ഷെയർ ചെയ്യുന്നത്. ഞങ്ങളുടെ സൗദി മല്ലി യൂട്യൂബേഴ്സിൻ്റെ നോമ്പുതുറയാണിന്ന്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്, ദിൽഷാദ്. നമ്മുടെ യാത്ര ടുഡേ ചാനലിൻ്റെ ഓണർ ദിൽഷാദ് ഇവിടെ ജിദ്ദയിൽ എത്തിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു വ്ളോഗിൽ നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആദ്യം ഞാൻ സ്നാക്സിൻ്റെ റെസിപ്പി കാണിക്കാം. ഞാനിവിടെ ഒരു 250 ഗ്രാം ചിക്കന് ഉപ്പും കുരുമുളക് പൊടിയും ചിക്കൻ മസാല ഇട്ടിട്ട് വേവിച്ചിട്ട് ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാന് ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3 മിനിറ്റ് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ. ഇത് ചിക്കൻ നമ്മൾ വേവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇങ്ങനെ ഫ്രൈ ആക്കി എടുത്താലേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ചിക്കൻ ഇതുപോലെ അത്യാവശ്യത്തിനൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇത്ര ആയാൽ മതി. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുകയാണ്. അത് നമ്മളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. എരിവ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് വേണം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ക്യാബേജും കുറച്ച് സവാളയും കുറച്ച് ക്യാരറ്റും ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ആദ്യം കുറച്ച് സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുത്തിട്ട് 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. 1 മിനിറ്റ് വഴറ്റിയെടുത്താൽ മതി. അതിന് ശേഷം നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും ക്യാബേജും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. 1 മിനിറ്റ് തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഈ ഒരു വെജിറ്റബിൾസ് ഒന്നും ഒരുപാട് വഴന്ന് പോകരുത് കേട്ടോ. ആ വെജിറ്റബിൾസിൻ്റെ ഒക്കെ ഒരു ക്രഞ്ചിനെസ്സിനോട് കൂടി തന്നെ വേണം, എന്നാലത് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. വെജിറ്റബിൾസ് വഴറ്റിയെടുത്തിട്ടുണ്ട്. 1 മിനിറ്റ് ഞാൻ വഴറ്റിയെടുത്തിട്ടുള്ളൂ കേട്ടോ, ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട്. ഇനി വെജിറ്റബിൾസിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ചിക്കന് ഓൾറെഡി ഉപ്പിട്ട് വേവിച്ചതാണ്. അപ്പോൾ ഈ വെജിറ്റബിൾസിലേക്ക് പാകത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഫില്ലിങ് ചെറുതായിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതിട്ട് കൊടുക്കുകയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിയില അരിഞ്ഞതിട്ട് കൊടുക്കുകയാണ്. ഇത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് മയണൈസ് വേണം. മയണൈസ് ഞാനിവിടെ റെഡിമെയ്ഡ് മയണൈസ് ആട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ മയണൈസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രഷായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഒരു 5-6 ടേബിൾ സ്പൂൺ മയണൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഈ ഒരു ഫില്ലിങ് നന്നായിട്ടൊന്ന് മിക്സായി കിട്ടാനുള്ള അത്രയും അളവിൽ മയണൈസ് ചേർത്ത് കൊടുക്കാം. മയണൈസ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലാട്ടോ നമുക്ക് ഈ ഒരു ഫില്ലിങ് വേണ്ടത്. മയണൈസിൽ നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മൊസറല്ല ചീസ് ചേർത്ത് കൊടുക്കുകയാണ്. അത് ഓപ്ഷനിലാണ് കേട്ടോ, നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. മൊസറല്ല ചീസ് ചേർത്ത് കൊടുത്താൽ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ മൊസറല്ല ചീസും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിതിപ്പോൾ ഷവർമൻ്റെ ഫില്ലിംഗ് ആയിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഈ ഒരു ഫില്ലിംഗ് വെച്ചിട്ട് നമുക്ക് പല സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ഇത് വെച്ചിട്ട് സമൂസ ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഷവർമ സമൂസ ആക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് പഫ്സിൻ്റെ പേസ്ട്രിയിൽ വെച്ചിട്ടാണ് കേട്ടോ. ഇതിൽ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. ഷവർമ പഫ്സ് ആക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ റെഡിമെയ്ഡ് പഫ് പേസ്ട്രി വാങ്ങിയിട്ടുണ്ട് അമേരിക്കാനിൻ്റെ. ഇതിൽ വെച്ചിട്ടാണ് ഞാൻ ആക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പഫ് പേസ്ട്രി ഇല്ല ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഞാനിതിന് മുമ്പായിട്ട് പഫ്സിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. നമ്മൾ വീട്ടിൽ നമുക്ക് ഇതുപോലെ പഫ് പേസ്ട്രി ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഓരോ പഫ് പേസ്ട്രി എടുത്തിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു 1-1.5 ടേബിൾ സ്പൂൺ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അത് നമുക്ക് പഫ് പേസ്ട്രി പല രീതിയിൽ നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ കേട്ടോ ഫോൾഡ് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ സൈഡൊക്കെ നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് സൈഡൊക്കെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് ബേക്കായി വരുമ്പോൾ പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ മൊത്തത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നില്ല കേട്ടോ, ഒരു 8 എണ്ണമാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. ബാക്കിയുള്ള ഫില്ലിങ് ഫ്രീസറിലേക്ക് മാറ്റുകയാണ്. റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ പഫ്സ് ഞാൻ എയർ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഓവനിൽ ബേക്ക് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഫ്രൈ പാനിലും ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഫ്രൈ പാനിൽ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് പഫ്സിൻ്റെ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് എയർ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഞാൻ 180-ൽ 12 മിനിറ്റ് കേട്ടോ എയർ ഫ്രൈ ചെയ്തെടുക്കുന്നത്.
12 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പഫ്സ് റെഡി ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ പഫ്സ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല അടിപൊളി പഫ്സാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഷവർമ ഫില്ലിങ് വെച്ചിട്ട് നിങ്ങൾ ഇതുവരെ പഫ്സ് ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പഫ്സായിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അതുപോലെ ഷവർമ വെച്ചിട്ട് നമുക്ക് സമൂസ ആയിട്ടൊക്കെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അല്ലെങ്കിൽ നമുക്ക് കുബൂസിൽ വെച്ചിട്ട് ഷവർമ ആക്കിയിട്ട് അങ്ങനെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. എങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഈ ഒരു ഫില്ലിങ്. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. ഇനിയിപ്പോൾ നോമ്പ് തുറൻ്റെ വിശേഷങ്ങൾ കാണാം. അപ്പോൾ നമ്മൾ നോമ്പ് തുറക്ക് വേണ്ടിയിട്ട് ഫുഡ് ഉണ്ടാക്കി കൊണ്ടുപോകാൻ കേട്ടോ. എല്ലാ ഫാമിലീസും ഫുഡ് ഉണ്ടാക്കി കൊണ്ടുപോവാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ചിക്കൻ കറിയും ഗീ റൈസും പിന്നെ ക്യാരറ്റ് പോളായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കൻ കറിക്ക് വേണ്ട ചിക്കന് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ് പോളിൻ്റെ റെസിപ്പിയൊന്നും ഞാനിതിൽ കാണിക്കുന്നില്ല, ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ക്യാരറ്റ് പോളിൻ്റെ വീഡിയോ കാണാത്തവർ കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഫുഡൊക്കെ റെഡി ആയിട്ട് ഇതാ നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് പാർക്കിലെത്തിയിട്ടുണ്ട്. പാർക്കിൽ വെച്ചാണ് കേട്ടോ നമ്മൾ നോമ്പ് തുറ ഉണ്ടാക്കുന്നത്. നോമ്പ് തുറക്കാനുള്ള ഫുഡും സ്നാക്സും മാത്രമായിട്ട് നമ്മൾ ഫാമിലീസ് എടുത്തിട്ടുള്ളത്. ബാക്കി ഫ്രൂട്ട്സ് ജ്യൂസ് ഇതൊക്കെ നമ്മൾ ഗ്രൂപ്പിലുള്ള ബാച്ചിലേഴ്സ് ആട്ടോ റെഡി ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് ദിൽഷാദ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ദിൽഷാദിൻ്റെ ബൈക്കാണ് കേട്ടോ ആദ്യമായിട്ട് നമ്മുടെ കേരള രജിസ്ട്രേഷൻ വണ്ടി സൗദിയിൽ എത്തിയിട്ടുള്ളത്, ബൈക്ക് കേട്ടോ. ഇതിന് മുന്നേ താറ് നമ്മളെ അൺനോൺ ഡെസ്റ്റിനേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേരള രജിസ്ട്രേഷന് ഫസ്റ്റ് ബൈക്ക് സൗദിയിലെത്തുന്നത് ദിൽഷാദിൻ്റെയാണ്. പിന്നെ ദിൽഷാദിന് ഒരുപാട് ഫാൻസ് ഉണ്ട് കേട്ടോ സൗദിയിൽ. ഇവിടെ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് ദിൽഷാദിന്. ദിൽഷാദിൻ്റെ ഈ ഒരു ബൈക്കും വരുന്ന എല്ലാവരും ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണം കേട്ടോ. എല്ലാവർക്കും ഭയങ്കര സന്തോഷം. ദിൽഷാദിൻ്റെ ഒരു പെരുമാറ്റം നമുക്ക് എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. അത്രയും ഒരു സിമ്പിളായിട്ടുള്ള ഒരാളാണ്. ഭയങ്കര കൂളാണ്, ഭയങ്കര നമ്മളായിട്ട് നന്നായിട്ട് സഹകരിക്കുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ തോന്നുന്നു മൂപ്പർക്ക് ഭയങ്കര ഫാൻസും ഉണ്ട് സൗദിയിലൊക്കെ. അപ്പോൾ നമ്മളിതാ നോമ്പ് തുറക്കുകയാണ്. ആരെങ്കിലും ഒരാൾ ഫോട്ടോ എടുക്കും. പാര വെക്കാതെ ടിപ്സുകളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് നമ്മളെ ചാനൽ മോണിറ്റൈസ് ആയാലും ബാക്കിയുള്ള ചാനൽ മോണിറ്റൈസ് ആകത്തുള്ള ചിന്താഗതിയൊക്കെ മാറ്റിയിട്ട് എല്ലാവരെയും വേണ്ട ടിപ്സുകളും സഹായങ്ങളും അതിന് എന്താ വേണ്ടി വെച്ചാൽ അതൊക്കെ ചെയ്തു കൊടുത്തിട്ട് മുന്നോട്ട് പോകാൻ പറ്റട്ടെ. ഇനി അടുത്തതായിട്ട് നമ്മൾ ഫുഡ് അടി ഉണ്ട്. അപ്പോൾ അടുത്ത് നമുക്ക് ഫുഡ് അടിക്കാൻ നോമ്പ് തുറന്ന ശേഷം പിന്നെ ഞാനും ഇക്കയൊക്കെ ദിൽഷാൻ്റെ കൂടെ നിന്നൊരു ഫോട്ടോ എടുത്തിട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ദിൽഷാൻ്റെ കട്ട ഫാനാണ്. ഇവിടെ സൗദിയിൽ വരുന്നതിന് മുമ്പേയൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇവിടെ വരികയാണെങ്കിൽ നമുക്കൊരു സ്വീകരണം കൊടുക്കണം എന്നുള്ളത്. അങ്ങനെ അൽഹംദുലില്ലാ ഏതായാലും നമ്മുടെ സൗദി മല്ലി യൂട്യൂബേഴ്സിൻ്റെ അഡ്മിൻസ് എല്ലാവരും കൂടെ നല്ലൊരു സ്വീകരണം തന്നെ കേട്ടോ ദിൽഷാന് കൊടുത്തത്. നല്ലൊരു നോമ്പ് തറ തന്നെയായിരുന്നു. ദിൽഷാന് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. ദിൽഷാദിൻ്റെ ഈ ഒരു കേരള ടു ആഫ്രിക്ക എന്നുള്ള യാത്ര ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ കംപ്ലീറ്റ് ആക്കാൻ സാധിക്കട്ടെ. അതുപോലെ തന്നെ നല്ല നല്ല വീഡിയോസൊക്കെ ദിൽഷാദിൻ്റെ ചാനലിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ഒരു യാത്രയുടെ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലെ വിശേഷങ്ങൾ. നിങ്ങൾക്കൊരു വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ല വ്ളോഗ്സും റെസിപ്പീസൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.